KR Opticals 1008 ജംഗ്ഷൻ അരൂക്കുറ്റി വടുതല. ബ്രാഞ്ചസ് സ്പെക്സ് വേൾഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ കരിവേലിപ്പടി. KR Opticals നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി. KR Opticals കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി. പള്ളുരുത്തി മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ജല അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പള്ളുരുത്തി മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. നഗരസഭ 18-19 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഏറെ നാളുകളായി കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടർന്നിട്ടും അധികൃതരുടെ അനങ്ങാപ്പാറ നയം ഏറെ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. നിരവധി തവണ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കരുവേലിപ്പടി ജല അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചെങ്കിലും ഉടനെ ശരിയാക്കാമെന്നുള്ള പതിവ് പല്ലവി മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് കിട്ടേണ്ട വെള്ളം നിങ്ങൾ എറണാകുളം നഗരത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. നഗരത്തിൽ 24 അവേഴ്സാ പമ്പിങ് അല്ലേ, 24 മണിക്കൂർ പമ്പിംഗ് ഉണ്ട്. ഞങ്ങൾക്ക് 7 മണിക്കൂർ പമ്പിംഗ് തന്ന് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഡെൻസിറ്റി ഉള്ള സ്ഥലമല്ലേ, ജനസാന്ദ്രതയുള്ള സ്ഥലമല്ലേ ഞങ്ങളുടെ പ്രദേശം. ഈ പ്രദേശത്തു നിന്നുള്ള വെള്ളം ഞങ്ങൾക്ക് ഒട്ടും കിട്ടണില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പറ്റണില്ല. ഈ ഒരു കാര്യം ഞങ്ങൾ പറയാം ഇതിന്റെ അകത്ത്, വേറൊന്നുമല്ല ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇത് നടപടിയായില്ലെങ്കിൽ ഞങ്ങൾ പശ്ചിമ കൊച്ചി ഹർത്താലിലേക്ക് പോകും. പശ്ചിമ കൊച്ചിയിൽ കാര്യം ഉപ്പുവെള്ളമാണ് ജനങ്ങൾ കുടിക്കണേ. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നൊരു യോഗം വിളിക്കും, ജനപ്രതിനിധികളായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ യോഗം. പ്രത്യേകിച്ച് പള്ളുരുത്തി, കോണം, കച്ചേരിപ്പടി, പെരുമ്പടപ്പ്, ESI റോഡ്, ഈ ഇടക്കൊച്ചി ഭാഗമുള്ള ജനപ്രതിനിധികളുടെ ഒരു യോഗം വിളിക്കും. നിങ്ങൾ അതിനുള്ളൊരു മാന്യത കാണിക്കും. അത് ഇതിനകത്ത് എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ എന്ന് യോഗം വിളിക്കുന്നു ഉള്ള കാര്യം നിങ്ങൾ ഞങ്ങളെ അറിയിക്കും. ഇതിനെ തുടർന്ന് KPCC സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ തമ്പി സുബ്രഹ്മണ്യം, DCC ജനറൽ സെക്രട്ടറി NR ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി കരുവേലിപ്പടി ജല അതോറിറ്റി ഓഫീസിലെത്തി. ഇന്ന് ജനം ഉപ്പുവെള്ളം, ഓരുവെള്ളം കയറി കുടിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ, കുടിവെള്ള പൈപ്പുകളിൽ കയറി വെള്ളം കിട്ടാത്ത സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ പള്ളുരുത്തി, കോണം, കച്ചേരിപ്പടി, പെരുമ്പടപ്പ് അടക്കമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് തോപ്പുംപടിയുടെ വിവിധ ഭാഗങ്ങൾ, കുണ്ടമ്പേലിയുടെ വിവിധ ഭാഗങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നം നമുക്ക് ലഭിക്കേണ്ട കുടിവെള്ളത്തിൻ്റെ 8 MLT വെള്ളം ഈ വാട്ടർ അതോറിറ്റി എറണാകുളം നഗരത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന സാഹചര്യത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ, രണ്ടാമത് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ലഭിക്കേണ്ട 8 MLT വെള്ളം പുനഃസ്ഥാപിച്ച് നമ്മുടെ ആലുവ പമ്പ് ഹൗസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ പണി മുടങ്ങിക്കിടക്കുക, കുടിവെള്ളം സപ്ലൈ ചെയ്യേണ്ട ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ വില കുടിവെള്ളത്തിന് വേണ്ടി ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൊച്ചിക്കാർ കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഇവിടുത്തെ പമ്പിംഗ് നടക്കുന്നത് കൊച്ചിയുടെ ഈ കരുവേൽപ്പടി ടാങ്കിൽ നിന്നാണ്, പള്ളുരുത്തിയുടെ പമ്പിംഗ് നടക്കുന്നത് മരുന്നുകളുടെ ടാങ്കിൽ നിന്നാണ്. വൻ പോലീസ് സന്നാഹമാണ് പ്രവർത്തകരെ തടയുന്നതിനായി ജല അതോറിറ്റി ഓഫീസിൽ നിലയുറപ്പിച്ചത്. പരിഹാരമില്ലാതെ പിരിഞ്ഞു പോകില്ലെന്നുള്ള കടുത്ത നിലപാട് നേതാക്കൾ സ്വീകരിച്ചതോടെ ഉടനെ പരിഹാരമുണ്ടാക്കാമെന്നുള്ള ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ 5 സമരം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞു. 5 കേസുകൾ ഇപ്പൊ പോലീസ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇവിടെ കൗൺസിൽ നിങ്ങൾ ഈ പശ്ചിമ കൊച്ചിക്കുള്ള കുടിവെള്ളം നല്ല രീതിക്ക് വെട്ടിക്കുറച്ചേക്കണേ, അത് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ഫോൺ റെക്കോർഡിംഗ് വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്താണ് നിങ്ങൾ പശ്ചിമ കൊച്ചിയിലേക്കുള്ള വെള്ളത്തിന്റെ തോത് കുറഞ്ഞേക്കണം? എറണാകുളം നഗരത്തിൽ 24 മണിക്കൂറും പമ്പിങ്ങാ. എറണാകുളം നഗരത്തിൽ ഞങ്ങൾക്ക് 7 മണിക്കൂർ പമ്പിങ് തന്നിട്ട് ഞങ്ങളുടെ ഈ പള്ളുരുത്തി, മട്ടാഞ്ചേരി ഭാഗത്തേക്കുള്ള വെള്ളം ഗണ്യമായി കുറഞ്ഞിരിക്കണേ. സാറ് ഇവിടുത്തെ ഏരിയ അറിയില്ല. മുണ്ടമ്പേലിയിൽ ഉപ്പുവെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ESI റോഡുണ്ട്, 18ാം ഡിവിഷൻ, കോണമുണ്ട്, കച്ചേരിപ്പടിയുണ്ട്, 19ാം ഡിവിഷൻ, പെരുമ്പടപ്പുണ്ട്, 17ാം ഡിവിഷൻ. ഈ മേഖലകളിലെല്ലാം വെള്ളം പമ്പ് ചെയ്യണത് നമ്മുടെ ഇവിടെ നിന്നാ, പള്ളുരുത്തി മരുന്നുകളുടെ ടാങ്കിൽ നിന്നാ. അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ തോത് 7 MLT വെള്ളം കുറച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് കയറിയിട്ട് ഒരു വെള്ളമാണ്, ഉപ്പ് വെള്ളമാണ് വരുന്നത്. യാഥാർത്ഥ്യമല്ലേ ഞാൻ പറയുന്നത്. ഇത് നിരന്തരമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളോട് പറയുന്നതല്ലേ സാറേ, എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.